Hi friends, welcome back to my channel. അപ്പം ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ ആയിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പം നമ്മുടെ സീക്രട്ട് മെസ്സേജ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ സീക്രട്ട് മെസ്സേജ് കേക്കാണ് കേട്ടോ. ഓൾറെഡി ഞാൻ എൻ്റെ ഫസ്റ്റത്തെ സീക്രട്ട് മെസ്സേജ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത് അധികം ഫേമസ് ആവാത്ത ഒരു ഡെക്കറേഷനാണ്. മേ ബി എല്ലാവർക്കും അറിയുണ്ടാവുമായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ ഓർഡറൊന്നും കിട്ടാത്തൊരു ഡെക്കറേഷനാണ് കേട്ടോ. പക്ഷേ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഡെക്കറേഷനാണ്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡെക്കറേഷൻ അല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡെക്കറേഷൻ അയച്ചായോ എന്ന് സെലക്ട് ചെയ്തിട്ട് പറയാമെന്നൊക്കെ പറയുന്ന ഒരു കേസ് ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു കേക്കും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് കുറച്ച് സീക്രട്ട് മെസ്സേജ് കേക്കിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇത് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഒരു കസ്റ്റമർ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ തപ്പിപ്പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ഞാൻ ഈ സീക്രട്ട് മെസ്സേജ് കേക്കിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അതിൽ ഏതോ ഒരാളിട്ട വീഡിയോയുടെ ലിങ്കാണ് കേട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1-2 അയച്ചു കൊടുത്തതിൽ ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി, ഒരു മോഡിഫിക്കേഷൻ വരുത്തേണ്ട, ഇതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കസ്റ്റമറുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾക്ക് സർപ്രൈസ് ആയിട്ട് ഉള്ളിൽ ഇതുപോലെ സീക്രട്ട് മെസ്സേജ് വെച്ച് കൊടുക്കാമല്ലോ, അങ്ങനെ ഒരു ഐഡിയയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത് 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിലാണ് കേട്ടോ. അപ്പം വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അതുമാത്രമല്ല, ഞാൻ തിരക്ക് പിടിച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കണ സിറ്റുവേഷൻസിൽ, അതായത് നല്ല തിരക്കിലൊക്കെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ ഐസിംഗ് ഒക്കെ ഒഴിവാക്കി വിടാറുണ്ട്. എന്നാലും നമ്മുടെ ഡെക്കറേഷൻ മാത്രമാണ് ഞാൻ കാണിക്കാറുള്ളൂ. അതായത് ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പല ഭാഗങ്ങളും വിട്ടുപോയിട്ടുണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സീക്രട്ട് മെസ്സേജ് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പിങ്ക് കളർ ക്രീം കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് പോർഷനാണ് അതിൻ്റെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. തുടക്കത്തിലെ മുതലുള്ളത് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ബർഗണ്ടി കളർ ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഈ ഒരു ടൈപ്പ് പിങ്ക് കളർ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പ് സൈഡിൽ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ തേച്ച് കൊടുത്ത ശേഷം ഒരു ലെയർ ഡെക്കറേഷൻ പോലെ ചെയ്തെടുക്കുകയാണ്. പിന്നെ കേക്കിൻ്റെ ഔട്ട് സൈഡിലോട്ട് പോയ ക്രീം ഇതുപോലെ ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുക്കണത്. അപ്പോൾ ഗ്ലാസ് ഷീറ്റ് വെച്ച് സെറ്റാക്കി എടുക്കുന്നത് തന്നെയാവും ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിങ് അത്ര സെറ്റാവില്ല. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് ഇങ്ങനെ പൊക്കി നോക്കുകയാണ്, എങ്ങാനും നമ്മുടെ മാറ്ററിൽ ഇങ്ങനെ ക്രീം ആയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഇത് ഇങ്ങനെ ക്രീം തേക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്ലാസ് ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ആകെ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമില്ല. അതോടെ നമ്മൾ വീണ്ടും അടച്ചു വെച്ചു കേട്ടോ. അപ്പം വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ടൈപ്പ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കേക്ക് വെച്ച് സെറ്റാക്കിയ ശേഷം ചെയ്യണേക്കാട്ടി നല്ലത് നമ്മൾ അപ്പം തന്നെ എല്ലാ ഡെക്കറേഷൻസും ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഫിനിഷിങ് അടിപൊളി ആവുള്ളൂ. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ സീക്രട്ട് മെസ്സേജ് കേക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് അല്ല കേട്ടോ. നമ്മൾ ലവ് ഷേപ്പിലാണ് സീക്രട്ട് മെസ്സേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഉണ്ടാക്കണം എന്നുള്ളവർക്ക്, ആ വീഡിയോ കാണണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അതും പോയിട്ട് കാണണം കേട്ടോ. നമ്മൾ കേക്കിൻ്റെ മോൾ ഭാഗമൊക്കെ സെറ്റാക്കിയ ശേഷം പിന്നെ അടിഭാഗത്ത് ഒരു ബോർഡർ ഡെക്കറേഷൻ പോലെ ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ. സെയിം കളറിൽ തന്നെയാണ് കൊടുക്കുന്നത്. വെറുതെ നമ്മൾ ഒരു ഡെക്കറേഷനും ചെയ്യാതെ ഇരിക്കണേക്കാട്ടി നല്ലത് ഇതുപോലെ ചെറിയ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ബോർഡർ ഡെക്കറേഷൻ കൊടുക്കാൻ തന്നെയാണ്. അതിനുശേഷം നമ്മൾ മുകളിൽ ചെറിയതായിട്ടുള്ള ഡെക്കറേഷൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സീക്രട്ട് മെസ്സേജിൻ്റെ ഡെക്കറേഷൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. മോൾ ഭാഗത്ത് വലിയ ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷന് അതിൻ്റെ ഭംഗി കിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അയച്ചു കൊടുത്ത ലിങ്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഡെക്കറേഷൻ തന്നെ മതി, ഇതിൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. അപ്പം അതിൽ റോസ് ഫ്ലവർ ഒരൊറ്റ ഫ്ലവർ ആയിരുന്നു കേട്ടോ. റെഡ് കളർ തന്നെയാണ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത ബോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിലൊരു ചേഞ്ച് വരുത്തിട്ടോ. ഒരൊറ്റ ഫ്ലവർ ആകുമ്പോൾ ഒരു സുഖമില്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ 2 ചെറിയ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2 ഗോൾഡൻ ബോൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 എണ്ണമൊക്കെ വെക്കാൻ ഞാൻ നോക്കി, പക്ഷേ അതത്ര ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ 2 എണ്ണം തന്നെ ആക്കിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഗോൾഡിൻ്റെ ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഫൈനലി നമ്മൾ ഫ്രണ്ടിലായിട്ട് ലവ് ഷേപ്പിലുള്ള ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര തന്നെ കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ആ വീഡിയോയിൽ കണ്ട അതേപോലെ തന്നെയാണ്. ആ ഫ്ലവർ വെച്ചത് മാത്രമേ ചെറിയൊരു ഡിഫറൻറ്റ് വരുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഇത് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ടേസ്റ്റ് വൈസ് ആയാലും അതുപോലെ തന്നെ ലുക്ക് വൈസ് ആയാലും അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുകൊടുത്തിട്ട് ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.